രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളിൽ ഒന്നായ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ നിർണായകമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി വിചാരണ കാത്തുകഴിഞ്ഞ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ കോടതി ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുടെ ജാമ്യം നിഷേധിച്ചപ്പോൾ കൂട്ടുപ്രതികളായ 5 പേർക്ക് ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, അഞ്ജാരിയ എന്നിവർ ഉൾപ്പെട്ട 2 അംഗ ബെഞ്ചാണ് ഈ ചരിത്രപരമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 5 വർഷത്തോളമായി വിചാരണ പോലും ആരംഭിക്കാതെ തടവിൽ കഴിയുകയാണെന്ന പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം തള്ളിക്കൊണ്ടാണ് ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനും ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കിയത്. അതേസമയം ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചത് പ്രതിഭാഗത്തിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. 9 പേർ നൽകിയ ഹർജികളിൽ 7 പേരുടെ കാര്യത്തിലാണ് കോടതി ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ ശക്തമായ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യം നിരാകരിച്ചത്. ഇവർക്കെതിരെ ഡൽഹി പോലീസ് ഹാജരാക്കിയ തെളിവുകൾ ഗൗരവകരമാണെന്നും കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ഇവർക്ക് നേരിട്ട് പങ്കിടുന്ന ഹൈക്കോടതി നിരീക്ഷണം ശരിയാണെന്നും സുപ്രീം കോടതി വിലയിരുത്തി. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും UAPA നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തപ്പെട്ട ഇവർക്ക് ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന പോലീസിന്റെ വാദം കോടതി മുഖവിലക്കെടുത്തു.